എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ, അമ്മ, ഇന്നോച്ചയും ചേച്ചന്മാരും എല്ലാം കർണാടകയിൽ പോയേക്കാ. ഞാനും താമിക്കുട്ടിയും ചേട്ടാച്ചനും അച്ഛമ്മയും ആൻറ്റിയമ്മയും ഉള്ളു വീട്ടില്. കുറച്ച് ദിവസമായിട്ട് ആൻറ്റിയമ്മയുടെ നാടൻ ഫുഡായിരുന്നു. ഇന്ന് വെറൈറ്റി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുമ്മിടെയാണ് എല്ലാവർക്കും ഇഷ്ടമായോണ്ട് ആൻറ്റിയമ്മ ഉണ്ടാക്കുവാണ്. ചിക്കൻ ഫ്രൈ വേണോ? സമയം പോവല്ലോ ഇതെല്ലാം കൂടെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ എന്നാ പോയേക്കെ നമുക്ക്. അച്ഛമ്മ അവിടെ തുടങ്ങിയിട്ടുണ്ട് സവോളയൊക്കെ പൊളിക്കാനും അരിയാനും ഒക്കെ. ആ, ഹെൽപ്പ് ചെയ്യണം കേട്ടോ. വേറെ ഹെൽപ്പർമാരൊന്നും ഇല്ല ഇവിടെ, ചിറ്റയില്ല, അമ്മ ഇല്ല ഇവിടെ. പുത്തറ്റ് ഫാമിലി വ്ളോഗിന്റെ ബിരിയാണി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാ അടുക്കളയിലേക്ക് കയറാം നമുക്ക്. സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ വേണ്ടേ? ചിക്കൻ ഇന്നത്തുണ്ടല്ലോ. ചിക്കനൊക്കെ ഞങ്ങൾ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛമ്മ ഏതാണ്ട് സവോളയൊക്കെ അരിയാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനാദ്യം ചിക്കനേൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ച് മിക്സിക്കകത്തോട്ട് ഒരുവിധം ഒന്ന് ചതച്ചെടുത്തിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചെടുത്തു. ഒന്ന് ഒരുവിധം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്ക് പിന്നെ ചേർക്കാം. ബാക്കി നമുക്കിപ്പോൾ ചിക്കനിലേക്കിട്ട് ഒന്ന് പുരട്ടി വെക്കാം അല്ലേ? ഇതിന് ഉപ്പ് വേണ്ടേ? എന്നാൽ ഇച്ചിരി ഉപ്പ് ഇങ്ങോട്ട് ഇട്ടോ. ഒന്നും വേണ്ട. ഞങ്ങളിന്ന് വെറൈറ്റിക്കാണ് ഉണ്ടാക്കുന്നത്. കോട്ടയം സ്റ്റൈലല്ല ഇത്. ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് സ്റ്റൈലൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ പോവാം. മതി. അതെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ. നമുക്കൊരു അരമണിക്കൂർ വെക്കാം. അപ്പോഴേ ഇനി നമുക്ക് ഈ സവോള ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം എണ്ണയ്ക്കകത്ത്. ഇതേ ക്യാഷും ഒക്കെ അതേ കള്ളൻ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് ക്യാഷും പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു, ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് ക്യാഷു വറക്കാൻ. ഇത് ഉണക്ക മുന്തിരി. മുന്തിരി ഉണങ്ങിയത്. നമ്മളിന്നാളെ ഒരു പ്രാവശ്യം പോയപ്പോഴേ അവിടെ മഹാരാഷ്ട്രയിൽ വെച്ച് ഈ മുന്തിരി പറിച്ച് ഉണങ്ങുന്നേ ഉണ്ടോ വലിയ തട്ടയിലിട്ട്. അപ്പോൾ അതെ, നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് കനം കുറച്ച് അരിച്ച് വെച്ചിരിക്കുന്ന ഈ സവാള വറുത്തെടുക്കാം. അപ്പോൾ സവാള ഇതേ വഴന്നുകൊണ്ടിരിക്കുക. സവാള ഇച്ചിരി വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എത്ര പേരാന്ന് നോക്കിയാൽ. പിള്ളേർ 3 പേര്, അച്ഛമ്മ. കുഞ്ഞിക്കണ്ണ അതേ സവാള വഴറ്റുന്നു. ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഒക്കെ അരിഞ്ഞെടുക്കുക. പുതിനയിലയും മല്ലിയിലയും ഇടുന്നതിന് ആർക്കും കുഴപ്പമില്ലല്ലേ? ഇല്ല, പൊന്നിച്ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പം. പിന്നെ ഇത് തന്നെ ധാരാളം. അതെ, കുഞ്ഞിക്കിളി സാലഡിനുള്ളതെല്ലാം കൂടെ അരിഞ്ഞെടുക്കുക. കുക്കുംബറും ക്യാരറ്റും തക്കാളി, ഇനി 2 പച്ചമുളക് വേണം, ഇച്ചിരി സവോളയും വേണം. ഈ ക്യാരറ്റ് ഇച്ചിരി ചെറുതാക്കി അരിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആരും കഴിക്കത്തില്ല. സവാളയൊക്കെ പകുതി വഴന്ന് വന്നിട്ടേ ഉള്ളൂ. ചിക്കൻ കറി വെക്കാനാണെങ്കിൽ ഈ പരുവം മതി. കുക്കുംബർ ഞാൻ അറിയാട്ടോ. നല്ല കുഞ്ഞുകുഞ്ഞാവണേ. സവാള വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഇത് കൂടുതൽ സമയം കിടന്നാൽ ചിലപ്പം കരിഞ്ഞു പോകും. അപ്പം കണക്ക് മൂപ്പാണ്. ഇത് കരിഞ്ഞില്ല, ഇത് നല്ല ചുമന്ന്. ഓ ശരിയാ, ബ്രൗൺ ആയിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം നല്ല ബ്രൗൺ കളറായത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സവാള വറുത്തെടുത്തത് ഒരു പകുതി നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം ഒന്ന് തണുക്കുന്ന ഉള്ളു, ചെറിയ ചൂടും കൂടെ ഉണ്ട്. പകുതി മതി, പകുതി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം പൊടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ചിക്കൻ ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറേ സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊരു 1 കിലോ ചിക്കൻ മിച്ചമുണ്ട്. അപ്പം കുറച്ച് മല്ലിയില, ആദ്യം പുതിനയില ഇടാം. പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് സവാള അരിഞ്ഞത്, നമ്മൾ വറുത്ത് കോരിയ സവാള പൊടിച്ച് വെച്ചത്,
സവാള കൈ കൊണ്ടൊന്ന് ഞെരടി പൊടിച്ചു. ഇനി ഇതിലേക്കൊരു ശകലം മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർക്കാം. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമ്മൾ കുറച്ച് പച്ചമുളകൊക്കെ അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് ഇതിന് എരിവുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞത്. അപ്പോൾ പിന്നെ കുറച്ച് നാരങ്ങാ നീര്, 1 സ്പൂൺ നാരങ്ങാ നീര് മതി. പിന്നെ കുറച്ച് തൈര്, ഇതിന് വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. അപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെയും ഉപ്പിട്ടില്ല. ചിക്കനകത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഉള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഒരു തക്കോലം 2 ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. മറന്നുപോയായിരുന്നു. പിന്നെ ഏലക്ക വേണമെങ്കിൽ ഇടാം. ഇവിടെ ആർക്കും ഏലക്ക ഇഷ്ടമില്ല. ഏലക്ക ഇടണോ കുഞ്ഞിക്കിളി? വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ ഈ സവാള വഴറ്റിയ എണ്ണയില്ലേ, നെയ്യും നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ അതുകൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, പിടിക്കട്ടെ എല്ലാം ഒന്നും. കുഞ്ഞിക്കിളി നല്ല സൂപ്പറായിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും കുക്കുംബറും പിന്നെ ചേട്ടാച്ചനും അരിഞ്ഞല്ലേ, ക്യാരറ്റ്, പച്ചമുളക് കുറച്ചിട്ടാൽ മതി, ഒത്തിരി മൊത്തം ഇടണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക. തൈര് ഒഴിച്ചോ. അപ്പോൾ നമുക്കിനി അരി എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ എല്ലാവർക്കും ഈ ചെറിയ അരിയാണ് ഇഷ്ടം, ജീരകരി. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഒരു 3 ഗ്ലാസ് അരി പോരെ കുഞ്ഞിക്കിളി? അപ്പോൾ അരിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരി കുതിർന്ന് വരുമ്പോഴത്തേനും നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ സവാള വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക, ഒരു നെയ്ച്ചോറ് പോലെ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ചൂടായിരുന്നു. നമുക്കതിലേക്ക് 2-3 കഷ്ണം കറുവാപ്പട്ടയും 1 ഏലക്കായും ഒരു തക്കോലത്തിൻ്റെ 2-3 കഷ്ണവും പിന്നെ ഒരു 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഒന്ന് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. എടുത്തൊന്ന് തിളക്കിക്കോ, ബിരിയാണി ഉണ്ടാക്കിക്കോ. ഇന്ന് ഒരു 4-5 മിനിറ്റ് നമ്മളിത് ഒന്ന് വറക്കണം എണ്ണയ്ക്കകത്ത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കിക്കണം കേട്ടോ, പാത്രം താഴ്പോവല്ലേ. അപ്പോൾ അതേ അരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുമ്പേ തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനുള്ള ഉപ്പെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് അരിക്കുള്ള ഉപ്പാണ്. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു കുറച്ച് നേരം നമുക്ക് തീ കൂട്ടി തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം. കുക്കർ ബിരിയാണി അല്ല കേട്ടോ ഇത് കുക്കറിൻ്റെ അടപ്പ് വാഷൊന്നും ഇട്ട് അടച്ച് വെക്കേണ്ട, അല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഇത്രയും നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കാം, ലോ ഫ്ലെയിമിൽ വെക്കാം. തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് ഒരു 8-10 മിനിറ്റ് വെച്ചാൽ മതി, എന്നിട്ട് തന്നെ റെഡിയാകും. അപ്പോൾ അതേ അരി ഇട്ടിട്ട് 10 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഇതല്ലേ അരി സെറ്റായിട്ടുണ്ട്. അരിയല്ല, ചോറ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്കുള്ള റൈസ് ഒത്തിരി നമുക്ക് ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയി. നമുക്ക് ദം ചെയ്യാം. അപ്പം ചിക്കനും ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ടേക്കാം അല്ലേ കുഞ്ഞിക്കിളി?
ഏ അല്ല ഇപ്പം ഇളക്കണ്ട. ഇപ്പം ഇതിട്ട് കൊടുത്തിട്ടേ ഇപ്പോൾ റൈസ് ഇട്ടു. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കാഷ്യൂവും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ ഇടാം. മൊത്തം ഇടുക കേട്ടോ, കഴിച്ചോണേ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ബിരിയാണി ഇന്നും റൈസ് മുഴുവൻ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് തീർത്തില്ലെങ്കിൽ ഞങ്ങൾ നാളെ ബിരിയാണി തീർക്കും. അപ്പം ബാക്കി മല്ലിയില ഇട്ടു, കാഷ്യൂവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നും മറന്നു പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഇനി ഒരു 10-25 മിനിറ്റ് അടച്ചങ്ങോട്ട് വെക്കാം. ലോ ഫ്ലെയിമാണ് വെച്ചേക്കുന്നത്, തീയും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. എത്ര പേരാ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് കണ്ടോ അല്ലേ? ആ, അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായെന്ന് നമുക്ക് നോക്കാം. തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതെ, ഒരു കാര്യം ഇടാൻ മറന്നുപോയി. സവാള വറുത്ത് വെച്ചതേ പകുതി നമ്മൾ ചേർത്തായിരുന്നു, കുറച്ച് ബാക്കി ലാസ്റ്റ് ഇടാൻ വെച്ചിരുന്നു, അത് മറന്നുപോയി. ഇനി കിട്ടേക്കാം അല്ലേ? നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ ബിരിയാണി ഇങ്ങനെ അലങ്കരിക്കുമ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കഴിച്ചേക്കാം നമുക്ക്. ഇപ്പം എല്ലാവർക്കും നല്ലപോലെ വിശക്കാനൊക്കെ തുടങ്ങിയില്ലേ? രാവിലെ കഴിച്ചൊക്കെ ദഹിച്ചല്ലോ. പണിയെടുത്തോണ്ട് ആ, അപ്പോൾ ഡെയിലി പണി എടുപ്പിച്ചിട്ട് നമുക്ക് ആഹാരം കൊടുത്താൽ മതി അല്ലേ? നാരങ്ങാച്ചാർ വേണോ കുഞ്ഞിക്കിളിക്ക്? മാങ്ങാച്ചാർ വേണോ? നാരങ്ങ അച്ചാറങ്ങ എടുത്തതാ കുഞ്ഞിക്കിളി. ദാമി തരണോ? മാമിക്ക് അച്ചാർ വേണോ? ആ, അച്ഛമ്മ ചിക്കൻ ബിരിയാണി. അച്ഛമ്മയ്ക്ക് പിന്നെ ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല. ബിരിയാണിയോടൊന്നും എന്നാ. ഓ അതാണോ എൻ്റെ അച്ഛമ്മേ? അയ്യോ, ലെഗ് പീസ് കടക്കാരനത് മുറിച്ചാ ഇട്ടത്. ലെഗ് പീസ് ഞാൻ ഇതിനകത്തുനിന്ന് എവിടെ പോയി കണ്ടുപിടിക്കും? ഞാൻ കണ്ടുപിടിക്കട്ടെ, നോക്കട്ടെ. ചേട്ടാച്ചനോട് ഇച്ചിരി കൊടുത്തിട്ടാട്ടെ. ബിരിയാണി എങ്ങനെ ഉണ്ട് കുഞ്ഞിക്കിളി? നല്ല ബിരിയാണി. ആ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടു? ആ എങ്ങനെയാ? അവൻ കഴിക്കുന്നോണ്ട് പിന്നെ മിണ്ടുന്നില്ല. കൊള്ളാം. റാവത്തൂർ ബിരിയാണി ഇതും വ്യത്യാസമല്ലേ? റാവത്തൂർ ഇഷ്ടമാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം.